ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധമായിട്ടുള്ള വലിയ നോമ്പിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കൂടിച്ചേരലുകളും മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരെ നമ്മളിൽ ഒരുവനായി കണ്ട് കൂടെ നിർത്തുവാനുമുള്ള ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു മടങ്ങിവരവ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റിൽ നിന്നുള്ള മടങ്ങിവരവാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഒരുപാട് ദൂരെയായ ഒരു വ്യക്തി മടങ്ങി വരുമ്പോൾ ഉള്ളതായിട്ടുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും മടങ്ങിവരവ് വലിയൊരു അനുഗ്രഹമാണ്. മടങ്ങി വരുന്ന പാപിയെ ഓർത്ത് സന്തോഷിക്കുന്നു എന്നാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വചനം എടുത്തിരിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിസ്റ്റ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അധ്യായമാണിത്. ദ പാരബിൾ ഓഫ് പ്രോഡിഗൽ സൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മുടിയനായ പുത്രന്റെ ഉപമ. ദൃശ്യമാകുന്ന വലിയ അത്ഭുതമാണ് ഈ മുടിയനായ പുത്രന്റെ ഉപമയുടെ അവസാനം കാണുന്നത്. അവൻ തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ പിതാവിൽ നിന്നും വാങ്ങിയതിന് ശേഷം സുഖലോലുപനായി ജീവിക്കുവാനായിട്ട് യാത്ര പുറപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും, എന്നാൽ തിരികെ വരുമ്പോൾ അവന് പോലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പിതാവിൻ്റെ വരവേൽപ്പ്, പിതാവിൻ്റെ സ്വീകരണം കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരികെ വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സ്വീകരണം നമുക്ക് കാണുവാൻ, അതിനെ ദർശിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളിലേക്ക് പ്രാർത്ഥന മടങ്ങി വരുമ്പോൾ, അതുപോലെ തന്നെ ഉപവാസമില്ലാത്ത നമ്മുടെ ശരീരത്തിലേക്ക് പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് മടങ്ങി വരുമ്പോൾ ദൃശ്യമാകുന്ന നമ്മുടെ വലിയ മാറ്റങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്വീകരണം അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇതേ പാരബിൾ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ളതാണ് പഴയ നിയമപുസ്തകത്തിൽ കാണുന്നത്. യെശയ്യാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ അങ്ങയുടെ മുഖം കാണുന്നു, എന്നിൽ നിന്നുള്ളതിനെ സ്വീകരിക്കുക എന്ന്. ഒരുപക്ഷെ യാക്കോബ് പ്രതീക്ഷിച്ചത് യെശാവിൽ നിന്ന് ക്രൂരമായിട്ടുള്ളതായിരിക്കും. എന്നാൽ യെശാവ് യാക്കോബിന് കൊടുക്കുന്നത് മധുരമായിട്ടുള്ള വലിയ സ്വീകരണമാണ്. ഈ അപ്പൻ കൊടുക്കുന്നതും വലിയ സ്വീകരണമാണ്. അത്ഭുതമായി കാണുന്ന സ്വീകരണം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് പരിശുദ്ധമായിട്ടുള്ള ഈ നോമ്പ് നമുക്ക് സാധ്യമാകട്ടെ. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിരുനാമം മഹത്വപ്പെടും.